മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അത് മതി എല്ലാം മറക്കാൻ. അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. മറ്റുള്ളവർക്ക് സങ്കടങ്ങൾ നൽകി സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഓർക്കുക, കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു കാലം വരും തീർച്ച. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ കൂടെ കൂടെ പിണങ്ങും, കരയിപ്പിക്കും, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയും. പക്ഷേ അവരുടെ മനസ്സ് മുഴുവൻ സ്നേഹമായിരിക്കും. ഒരിക്കലും പിരിയില്ല അവർ. വാശി കാണിച്ചതും സങ്കടപ്പെടുത്തിയതും സ്വന്തമെന്ന് കരുതിയിട്ടാണ്, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് ഇഷ്ടം കൊണ്ടാണ്. മിണ്ടാൻ ഇഷ്ടമില്ലാത്തവരോട് അങ്ങോട്ട് പോയി മിണ്ടി അവരെ ശല്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ്. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. സ്നേഹമൊരു തമാശ മാത്രമായി കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി മരണം വരെ നീറിയൊടുങ്ങാൻ. നമ്മെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ സങ്കടം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥം മാത്രമേ അതിനുണ്ടാകൂ. അമിതമായി ദേഷ്യപ്പെടുന്നവരിൽ അതിലും അമിതമായി സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഹൃദയമുണ്ടാവും. സ്വയം തുടച്ച കണ്ണുനീരും ഒറ്റയ്ക്ക് അനുഭവിച്ച ദുഃഖങ്ങളുമാണ് ജീവിതത്തിലെ വലിയ പാഠം. കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ള ഒരാളുടെ സഹായത്തോടെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആരെയും വില കുറച്ച് കാണരുത്. ജീവിതം നിറം മങ്ങുമ്പോൾ ആരൊക്കെയോ നമുക്ക് സമ്മാനിക്കാറുള്ള നിറക്കൂട്ടുകളാണ് പ്രതീക്ഷകൾ. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നല്ലത് കണ്ടെത്താൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. നിസ്സാരമെന്നു കരുതി നിങ്ങൾ കൊടുത്ത ഒരു പുഞ്ചിരിയിലോ ഒരു നല്ല വാക്കിലോ നിങ്ങളും എവിടെയോ ഓർമ്മിക്കപ്പെടുന്നുണ്ടാകും. ആഴമേറിയ സ്നേഹബന്ധങ്ങൾക്കും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങൾക്കും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. ഒരുപാട് സ്നേഹമുള്ളവരോടെ നമ്മൾ പരിഭവം പറയാറുള്ളൂ, പിണങ്ങാറുള്ളൂ, ദേഷ്യപ്പെടാറുള്ളൂ, മൗനം കൊണ്ട് വേദനിപ്പിക്കാറുള്ളൂ. പക്ഷേ അത് മനസ്സിലാക്കാൻ അവർക്കും കഴിയണമെന്നു മാത്രം. ചിലർ ഒന്നുമില്ല എന്നൊരു വാക്ക് പറയുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഒരുപാട് വേദനകൾ. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്. ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോഴാണ് വേദനയുടെ ആഴമേറുന്നത്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് അടുക്കുന്നു. അങ്ങനെയായിരിക്കണം സ്നേഹബന്ധങ്ങൾ. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. നല്ല ചിന്തയിൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോകുക.